السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وعلى أهل الخير أجمعين. أما بعد. ആദരണീയരായ അധ്യക്ഷനവർകൾ ജലാലുദ്ദീൻ തങ്ങളവർകളെ, സർവാധരണീയരായ വൈസ് പ്രിൻസിപ്പൽ കെ ഉസ്താദ് അവർകളെ, മറ്റു ഉസ്താദുമാരെ, ഉലമാക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, വലിയ നിങ്ങൾക്ക് കടിച്ചാൽ പൊട്ടാത്ത ദുരൂഹമായ തിയറികളും സിദ്ധാന്തങ്ങളും നിരത്താനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ചലിക്കുന്ന ഓർമ്മയിൽ മായാത്ത ചില ഒന്ന് രണ്ട് മാതൃകകൾ നിങ്ങളെ കേൾപ്പിക്കാനാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ബന്ധു ഒരു അപരിചിതനുമായി വന്നു. രണ്ടുപേരെയും ഞാൻ സിറ്റ് ഔട്ടിൽ സ്വീകരിച്ചിരുത്തി. തൊട്ട് പിന്നാലെ എൻ്റെ ബന്ധു വീട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ചായ എടുക്കുമ്പോൾ ആ പുറത്തുള്ള വ്യക്തിക്ക് വേണ്ട, ചെറുപ്പക്കാരനാണ്, അയാൾക്ക് നോമ്പുണ്ട് എന്ന് പറഞ്ഞു. അതല്ല രസം. പിന്നെ ഒരു സ്വകാര്യം പറഞ്ഞ എന്നോട്, അവനെ ഒരു കാലത്ത് വൻകിട തരികിടയായിരുന്നു, നാട്ടിലെ പോക്കിരിയായിരുന്നു. തിങ്കളാഴ്ച ആയിരുന്നു തോന്നുന്നത്. പക്ഷെ നിങ്ങൾ അത്ഭുതപ്പെട്ടായിരിക്കും, പിന്നെ എങ്ങനെയാവാൻ ഈ തിങ്കളാഴ്ച നോമ്പുകാരനായി? അത് ഓർമ്മകളിലെ ഓഖാലിദ് എന്ന പുസ്തകം വായിച്ചിട്ട് അവൻ്റെ മനസ്സിൽ മഹാത്ഭുതങ്ങൾ സംഭവിച്ചു. അത് തന്നെ കാരണം, വേറൊന്നുമല്ല. നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഓഖാലിദ് 28ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. അദ്ദേഹം വലിയൊരു വാഗ്മിയോ വലിയൊരു എഴുത്തുകാരനോ ഒരു മഹാപ്രതിഭയോ ആയിരുന്നില്ല. പിന്നെയോ അർപ്പിത ജീവിതം, ഇഖ്ലാസ്, അതായിരുന്നു. ജാഹോ ജാടയോ ഇല്ലാത്ത ഒരു ലളിത വ്യക്തിത്വത്തിൻ്റെ ഉടമ. ഇത്രയും പറയാൻ എനിക്ക് അവകാശമുണ്ട്. എൻ്റെ സഹപ്രവർത്തകരായിരുന്നു ആർട്സ് കോളേജിൽ. അപ്പോൾ ഞാൻ ആദ്യം എന്നെ നോക്കണം, നിങ്ങളെയും നോക്കണം. നമ്മൾ ഓഖാലിദിനെ അപേക്ഷിച്ച് വലിയ പ്രാസംഗികനായിരിക്കും, വലിയ എഴുത്തുകാരനായിരിക്കും, വലിയ ബുദ്ധിജീവിയായിരിക്കും, മഹാപ്രതിഭയായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വല്ല മാറ്റവും വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഓഖാലിദ് എന്ന വ്യക്തി തൻ്റെ ജീവനുള്ള ശരീരത്തേക്കാൾ ജീവനില്ലാത്ത ഫോട്ടോയെ പ്രേമിച്ചിട്ടില്ല എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, കെ ഉസ്താദിലൂടെ കിട്ടിയ വാർത്തയായിരുന്നു അത്. ബഹറുൽ ഉലൂം കെ ഉസ്താദ് അവർകൾ അദ്ദേഹത്തിൻ്റെ ദർസിൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ കയറി വന്നു. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. എൻ്റെ കൂടെ വാ, നിങ്ങൾക്ക് ഖിർ നബിയെ കാണിച്ചു തരാം, എൻ്റെ കൂടെ വന്നാൽ എന്ന് പറഞ്ഞു. മഹാനായ കെ ഉസ്താദ് പറഞ്ഞത്, ദർസുണ്ട്, അത് കട്ടായിക്കൂടാ എന്നാണ്.
ഇത് മത്തിനാണ്. ഷറഹ് ചെയ്യുകയാണെങ്കിൽ നാളുകളോളം പോകണം. ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ നിസ്കാരത്തിലായാൽ പോലും കൈയളക്കിയിട്ട് ഓടും. ആരെ കാണാൻ? ഖിദർ നബിയെ കാണാൻ. മറ്റൊന്ന്, റയീസുൽ മുഹഖിഖീൻ കണ്യത്ത് ഉസ്താദ് അവർകൾ. ഇല്ല, ആരും പേടിക്കണ്ട. 15 മിനിറ്റിൽ കവിയാതിരിക്കാൻ എല്ലാവരും കൂട്ടപ്രാർത്ഥന നടത്തുക. ആ രേഖ ഞാൻ മറികടക്കൂല. മറ്റൊന്ന്, കണ്യത്ത് ഉസ്താദ്, അത് ഞാൻ വായിച്ചതാണ്. അദ്ദേഹം രാത്രി വൈകി ബസ്സിന് കാത്തു നിന്നു. കണക്കായ കാശേ പോക്കറ്റിലുണ്ടായിരുന്നുള്ളൂ. ഒരു യാചകൻ വന്നു, യാചിച്ചു, പോക്കറ്റിലുള്ള കാശ് എടുത്തു കൊടുത്തു. നടന്ന് കിലോമീറ്ററുകൾ നടന്ന് അദ്ദേഹത്തിൻ്റെ ദർസുള്ള പള്ളിയിലെത്തി. ഖാദിമ് കാത്ത് 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 അങ്ങനെ ഉറങ്ങിയില്ല എന്ന അവസ്ഥയിലായിരുന്നു. ഭക്ഷണം കഴിച്ചില്ല. എന്തുകൊണ്ട് ഉസ്താദ് അവർകൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം ബാക്കി എനിക്ക് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഉസ്താദ് വളരെ വൈകി പാതിരാവിന് ശേഷം എത്തി. വളരെ അവശനായിട്ടുണ്ട്. ചോദിച്ചെന്താ ഉസ്താദെ പറ്റിയ സംഭവം? പറഞ്ഞു, കിലോമീറ്ററുകൾ നടന്നിട്ടാണ് ക്ലാസ് കട്ടാവാതിരിക്കാൻ വന്നത്. പക്ഷെ കുട്ടികളെല്ലാം ഉറങ്ങിപ്പോയല്ലോ, ഇപ്പം എന്താ ചെയ്യുക? ഉസ്താദ് ഭക്ഷണം കഴിക്കേ? ഇല്ല, ഭക്ഷണം ഞാൻ കഴിക്കൂല. അതെന്തെ? എനിക്ക് ഹലാലാവൂല. ഞാനിന്ന് ദിവസം നടത്തിയില്ല, ഞാനിന്ന് ക്ലാസ് നടത്തിയില്ല, പിന്നെ എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുക? നോക്കണം സൂക്ഷ്മത. നമ്മൾ പള്ളി എന്ന് കുട്ടികൾ അർത്ഥമറിയാതെ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ സ്തബ്ധനായി പോയിട്ടുണ്ട് ഈ ബൈത്ത്. ആ ബൈത്ത് രചിച്ചത് എൻ്റെ വന്യനായ പിതാവ് പി എ ഉസ്താദ് അവർകൾ റഹ്മത്തുല്ലാഹ് മർക്കദ്ദാണ്. എത്ര എന്നാ ഒരു കാര്യം, ഞാൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് എനിക്ക് ക്ലാസ് എടുത്തതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വിളിച്ച് ക്ലാസ് എടുത്ത് ഇപ്പം എനിക്ക് മനസ്സമാധാനമായി. ഭക്ഷണം കഴിച്ചു, ബാക്കി ഖാദിമ കഴിച്ചു. ഇവിടെയും നോക്കേണ്ടത് നാം നമ്മിലേക്കാണ്, മുത്തക്കല്ലിമിൻ്റെ ലമീറിലേക്കാണ്, ഗായിബായ ലമീറിലേക്കല്ല നാം നോക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഞാനൊരു വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്. അത് കെ കെ ഉസ്താദിൻ്റെ, ഞാൻ മനസ്സിലാക്കിയത് കെ കെ ഉസ്താദിൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, ഇ കെ ഉസ്താദ് വെച്ച അർത്ഥം എന്തെന്നാ? അല്ലാഹുമ്മ ഖദ്ദംതു, പിന്തിക്കേണ്ടതിനെ മുന്തിച്ച് ചെയ്ത ദോഷം എനിക്ക് നീ പുറത്തേരണമേ. വമാ അഖർതു, മുന്തിക്കേണ്ടതിനെ പിന്തിച്ച് ചെയ്ത ദോഷവും നീ എനിക്ക് പുറത്തേരണമേ എന്നാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മുൻഗണനാക്രമം ഒരു വലിയൊരു അജണ്ടയായിട്ട് ഇരിക്കണം. ഫത്തുൽ മുഈന്റെ ആമുഖത്തിൽ നമസ്കാരത്തിന്റെ ഷർത്തും ഫർളും പറയുന്നതിന് മുമ്പായിട്ട് ഉദ്റ് കൂടാതെ ഖളായ നമസ്കാരം, ഉദ്റോടുകൂടി ഖളായ നമസ്കാരത്തെക്കാൾ മുന്തിക്കണം. ഇനി ഉദ്റ് കൂടാതെ ഖളായിപ്പോയ നമസ്കാരം തന്നെയാണ് നിലവിലുള്ള നമസ്കാരം. ഖളായിപ്പോ എന്ന് കണ്ടാൽ അതിനേക്കാൾ മുന്തിക്കണം. ഇത് തിയറിയല്ല, ഇതിൻ്റെ ഉള്ളിൽ പല ചില്ലറകളും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ നോക്കേണ്ടത് അരിസ്റ്റോട്ടൽ, സോക്രട്ടീസ് മഹാപ്രതിഭകളായിരുന്നു, വലിയ ചിന്തകന്മാരായിരുന്നു. പക്ഷെ അവരുടെ സംഭാവനകൾ ലൈബ്രറികളിലും യൂണിവേഴ്സിറ്റിയിലെ കരിക്കുലത്തിലും പരിമിതമാണ്. അവരുടെ പ്രതിഭാത്വം ഉപയോഗിച്ചു ഒരു മാതൃക സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ നമ്മുടെ ഓ ഖാലിദ് സാഹിബ് വിജയിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ചിന്തിക്കേണ്ടതാണ്. അതായത് ക്ലാസ്സിൽ കേട്ടു, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തോന്നുന്നു, ശേഷക്കാർ നല്ലത് പറയുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണമേ അല്ലാഹ്. ഞാൻ ചിന്തിക്കണം,
ശേഷക്കാർ, ഞാൻ മരിച്ചാൽ ആദ്യം 1-ാം പ്രതി ഞാനാണ്, 2, 3 പ്രതിയെ നിങ്ങളാണെന്നുള്ളൂ, തെറ്റിദ്ധരിക്കരുത്. ശേഷക്കാർ എന്നെ പറ്റി എന്തു പറയും? മഹാപ്രതിഭ പോരാ, മഹാപ്രാസംഗികൻ പോരാ, മഹാ എഴുത്തുകാരൻ പോരാ, ഓറക്കൊണ്ടാ ഞാൻ ഈ കോലത്തിൽ നന്നായത് എന്ന് പറയാനുണ്ടോ? നമ്മൾ വിജയിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അകർമ്മമായാൻ പറ്റൂല, സകർമ്മമാവാൻ വേണം. ഈ അകർമ്മവും സകർമ്മവും നെഹവിലൊതുങ്ങുന്നതല്ല, ലാസിമും മുത്താദ്യവും നെഹവിലൊതുങ്ങുന്നതല്ല, അത് പ്രായോഗിക ജീവിതത്തിലും ഒതുങ്ങണം. അതുകൊണ്ട് നാം എത്ര പേരുണ്ട് ലീവാക്കിയിട്ട് പട്ടികയിൽ യാതൊരു നാണവുമില്ലാതെ ഒപ്പിടുന്നവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അള്ളാഹു ഈ വാക്കും പ്രവൃത്തിയും രസ. കിതാബുൽ ബുഖലായിലൊരു സംഭവമുണ്ട്. ഒരു കവി വന്നിട്ട് ഒരു ലുബ്ധനെ വർണ്ണിക്കുന്നു. അങ്ങ് സിംഹത്തെക്കാൾ ശൂരനാണ്. അപ്പൊ ലുബ്ധൻ ക്ലർക്കോട് 1000 ദിർഹം പോരാ, അങ്ങ് നക്ഷത്രേക്കാൾ പ്രകാശപൂരിതമാണ്, 1000 കൂട്ടുകാർ. അപ്പൊ വൃദ്ധൻ എനിക്ക് ഷായറിന് ആവേശമുണ്ട്. ഏത് എത്രത്തോളം ആവേശം? ജാഹിലിന്റെ ഭാഷയിൽ പറയാൻ ഇയാൾ ആവേശം കൊണ്ട് അയാളെ തൊലിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരാൻ തുടങ്ങി. എത്ര കിട്ടിപ്പോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ സൂര്യനേക്കാൾ പ്രകാശമുള്ളത് കൊടുക്കുക 1000. എല്ലാം കഴിഞ്ഞ് പ്രതീക്ഷയോടുകൂടി കുറെ 1000 കിട്ടിയല്ലോ, അപ്പോൾ ഓഫറല്ലേ, ഇയാൾ അവിടെ നിന്നു. അപ്പം ബഹീൽ ചോദിച്ചു, എന്താ നിൽക്കുന്നു? അല്ല, നിങ്ങൾ ഓഫർ ചെയ്ത 1000 അൽ ഖൗലു ബിൽ ഖൗലി അൽ കിൽബു ബിൽ കിൽബി അമ്മൽ അമലു ബിൽ ഖൗലി. നഷ്ടക്കച്ചവട. നീ എന്നെ പ്രശംസിച്ചു, ഞാൻ സുഖിച്ചു. ഞാൻ അങ്ങനെയല്ല കേട്ടോ. അതുപോലെ ഞാൻ നിന്നെയും സന്തോഷിപ്പിച്ചു, വാഗ്ദാനങ്ങൾ കൊണ്ട് നീ രസിച്ചു. അപ്പം ഒപ്പത്തിനൊപ്പം പൈസ തരുന്ന പ്രശ്നമില്ല. ഇതാണ് നമ്മളെ കൗലും ഫിലും. 100 സംബന്ധിച്ച് 100 അല്ല 200, 300 പ്രാവശ്യം നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഞാൻ അടക്കമുള്ളവർ ചിന്തിക്കണം. ഭാഷയിൽ ക്രിസ്ത്യനിഷ്ഠ എന്ന പദത്തിന് പര്യായമായി എന്തുണ്ടെങ്കിൽ ക്രിസ്ത്യനിഷ്ഠ MA ഉസ്താദ് എന്ന നിഘണ്ടുവിൽ എഴുതി ചേർക്കണം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഈ അവസരം തന്നെയും സന്തോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമിക രംഗത്ത് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പൂർവികരുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓഹാൽത്ത് വിട്ടേച്ച നികത്താനാവാത്ത വിടവ് അള്ളാഹു തആല നികത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.